തീർച്ചയായും തിരിച്ചെടുക്കാനല്ലേ പുതിയ ശീലങ്ങളൊന്നുമില്ല. ഫോട്ടോസും മെമ്മറി കാർഡൊന്നും ശരി കാണുന്നില്ല. ഉണ്ടല്ലോ സാർ, മനസ്സിലാകുന്നുണ്ടല്ലോ. മനസ്സല്ലേ ഉള്ളൂ ശരിയിൽ അതിന്റെ ചെയ്യാൻ. അപ്പൊ അതവരെടുത്ത് മാറ്റിയതായി ചെയ്യാൻ. ഈ ഒരു കേസ് CW 1, 2 and 3%. CW1, Seema. ഈശ്വരൻ സാക്ഷിയായി കോടതി മുമ്പുള്ള സത്യം ബോധിപ്പിക്കുക. മുഴുവൻ സത്യം ബോധിപ്പിക്കാം. സത്യമല്ലാതെ മറ്റൊന്നും ബോധിപ്പിക്കുകയില്ല. ഞാൻ മുഹമ്മദ് ജോലി സമയം രാവിലെ 7 മണി മുതൽ വൈകിട്ട് 5 മണി വരെ. ഈ വീട്ടുകാരുമായി എത്ര കാലത്തെ ബന്ധം? ഞാൻ 5 വർഷമായിട്ടാണ് ജോലി ചെയ്യുക. ആ വീട്ടിലാരൊക്കെ ഉണ്ട്? സാറിന് ചേച്ചി, പിന്നെ സാറിന്റെ ഒരു മോളും ഉണ്ട്. മോക്ക് കണ്ണ് കാണത്തില്ല. അപ്പൊ കൂടെ എപ്പോഴും ഒരാള് വരും. ഈ കേസിന്റെ സംഭവം എനിക്കല്ലേ. അന്ന് സാറും ചേച്ചിയും കൂടെ ഒരു കല്യാണത്തിന് പോയി. ഞാൻ വാങ്ങി പോയായിരുന്നു. പിന്നെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഡോറ് കൂട്ടി കുഞ്ഞിനോട് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. ഞാൻ വാങ്ങി പോയി തിരിച്ചു. ഈ വീട്ടിൽ എത്ര താക്കോലുണ്ട്? അപ്പൊ ഇതിന്റെ ആരെങ്കിലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് ഈ വീട് തുറന്നിട്ടുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. കല്ലുകളുടെ കയ്യിലുള്ള കീ ആരെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള താക്കോലിന് മറ്റൊരാൾ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ആ കീ ഉപയോഗിച്ച് മറ്റാരെങ്കിലും ഈ വീട് തുറന്നാൽ അത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ പിന്നെ മറ്റൊരാൾ തുറന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ ചോദിക്കുന്നത് അതെ അല്ലെങ്കിൽ അല്ല എന്ന് മാത്രമേ ഉത്തരം പറയാം. കൂടെ മാറ്റാറില്ലല്ലോ. ഇവിടെ സാക്ഷി അനാവശ്യമായി പഠിപ്പിക്കുക. ആൾക്കാരെ അന്യമായ പഠിപ്പിക്കരുത്. അതുകൊണ്ട് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം. മിസ്റ്റർ വിജയകുമാർ, what is it? No, Your Honor, you cannot intimidate the witness. I am not intimidating. The
അപ്പൊ തീമയ്ക്കല്ലാതെ സാറിന് മാത്രമേ ആ താക്കോൽ ഉപയോഗിച്ച് ആ വീടിന്റെ വാതിൽ തുറക്കാൻ സാധിക്കും. ശരിയല്ലേ? അന്ന് സാറാണ് സീമ ബാങ്കിലേക്ക് പറഞ്ഞിട്ട് അല്ലെ? സീമയ്ക്ക് എന്തായിരുന്നു ബാങ്കിലാവുന്നത്? ഞാൻ വീടൊന്ന് പുതുക്കി പണിയാൻ വേണ്ടിട്ടേ ലോണിന് അപേക്ഷിച്ചായിരുന്നു കോപ്പറേറ്റീവ് ബാങ്കില്. അപ്പൊ കോപ്പറേറ്റീവ് ബാങ്കില് സെക്രട്ടറി സാറിന്റെ മധ്യക്കാരനാക്കി. അങ്ങനെ സാറ് വന്നിട്ടാ ഞാനവിടെ പോയത്. അതായത് അന്നേ ദിവസം 10:15 12 മണിക്കും ഇടയ്ക്ക് സീമ വീട്ടിലുണ്ടാവില്ല എന്ന് സാറിന് നേരത്തെ അറിയാമായിരുന്നു. ശരിയാണ്? നിങ്ങൾ പുറത്തു പോകുമ്പോൾ അകത്ത് കയറണമെങ്കിൽ സാറിന്റെ താക്കോൽ ഉപയോഗിച്ചാണ് വാതിൽ തുറന്നിരുന്നത്. ശരിയാണ്? പക്ഷെ ഞാൻ വന്നതിനേക്കാണല്ലോ സാറ് വന്നത്. നിങ്ങളോടല്ലേ പറഞ്ഞത്? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അതെ അല്ലെങ്കിൽ അല്ല എന്ന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. നിങ്ങൾ വരുന്നതിന് മുമ്പേ സാറ് വീട്ടിൽ വന്ന് പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. സാധിക്കുമത്. വീട്ടിൽ ഈ കുട്ടി തനിച്ചായിരുന്നതുകൊണ്ട് നിങ്ങൾ എല്ലാ വാതിലും അടച്ചിട്ടാണോ പോയത്? ഈ വീടിന് ടെറസിലുണ്ടോ? അപ്പോ ഈ കുട്ടി ആർക്കെങ്കിലും ടെറസിലെ ഡോർ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കറിയാം. ചോദ്യത്തിന് ഉത്തരം പറയും. സാബ ചേച്ചിയോ അറിയാതെ ഡോർ തുറന്നിട്ടാണോ പോയതെന്നും പറയാൻ പറ്റും. പറയൂ. ഇല്ല. അതുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് തുറന്നിട്ടാണോ പോയതെന്നും പറയാൻ പറ്റില്ല. ശരിയല്ലേ? നിങ്ങൾ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് ആരും ഒന്നും പറഞ്ഞാൽ തട്ടി ചോദ്യം മനസ്സിലായില്ല. ചോദ്യം മനസ്സിലായില്ല.